എന്നുവെച്ച് മനുഷ്യരെ കണ്ടൂടെ? ആ, എന്റെ പൊന്നു മാഡം, മാഡത്തിന്റെ അമ്മയുടെ അമ്മയല്ലേ സരസ്വതി തമ്പുരാട്ടി? ആ, എന്തായാലും മാഡത്തിന് ഈ നല്ല സ്വഭാവം കിട്ടിയിരിക്കുന്നതേ അവരിൽ നിന്നായിരിക്കുമല്ലോ. രാജു എന്താ പറഞ്ഞു വരുന്നത്? വളരെ എഡ്യൂക്കേറ്റഡ് ആയ ഒരു സ്ത്രീയാ മാഡത്തിന്റെ ഈ അമ്മമ്മ. അവരിപ്പോ ഈ കൊച്ചുമകളോട് മിണ്ടാതിരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തോ ഉദ്ദേശമുണ്ട്. എന്തുദ്ദേശം? ലൈഫിൽ ആദ്യമായിട്ടാ ഞാൻ എന്റെ ഈ അമ്മമ്മയെ കാണുന്ന തന്നെ. ആ അമ്മമ്മയും ആദ്യമായിട്ടല്ലേ മാഡത്തെ കാണുന്നത്? അതെ, അതാ എനിക്കും അത്ഭുതം. ഒരു കൊച്ചുമകളോട് ഒരമ്മമ്മ പെരുമാറുന്നത് ഇങ്ങനെയൊക്കെയാണോ രാജു? ഇനി ഒരു പക്ഷേ മാഡത്തെ സ്റ്റഡി ചെയ്യുന്നതായിരിക്കും. സ്റ്റഡി ചെയ്യാൻ ഞാൻ എന്താ ഫിസിക്സോ എക്കണോമിക്സോ വല്ലതാണോ? രാജുവിന്റെ തമാശ എനിക്ക് വേണമെങ്കിൽ ദേഷ്യം വരുവാ. ദേഷ്യപ്പെട്ടിട്ട് എന്ത് പ്രയോജനം മാഡം? മാഡം ഇങ്ങനെ പിരിമുറുകി നടക്കാന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ. അമ്മമ്മ അതിന്റെ സമയമാവുമ്പോ കൊച്ചുമകളെ വിളിച്ചോളൂ. അങ്ങനെ അമ്മമ്മയ്ക്ക് സംസാരിക്കണമെന്ന് തോന്നുമ്പോഴേ നിന്നൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇത്രയ്ക്ക് വാശി വേണോ മാഡം? എല്ലാവർക്കും വാശിയും വൈരാഗ്യം ഒക്കെ ആകാമെങ്കിലേ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടെ രാജു? എല്ലാവരെയും പോലെ അല്ലല്ലോ വർമ്മ സാറിന്റെ മകള് ഋതിക. എനിക്കെന്തോ രാജു പ്രത്യേകത? ആ, ഋതിക മാഡം സുന്ദരി മാത്രമല്ലല്ലോ, സൽസ്വഭാവി കൂടിയല്ലേ? ആണോ? ഞാനത് അറിഞ്ഞില്ല. എനിക്ക് ഈ പുകഴ്ത്തലുകൾ കേൾക്കാൻ വലിയ ഇഷ്ടം. എന്റെ ഗുണഗണങ്ങള് ഒന്ന് വർണ്ണിച്ച രാജു, ഫീസ് തരാം. ഈ വാശിയും ദേഷ്യമൊക്കെ ആദ്യം ഒന്ന് കുറയ്ക്ക്, എന്നിട്ടേ ഞാൻ വർണ്ണിക്കാം. ദേ, അമ്മമ്മ മിണ്ടാത്തന്റെ ദേഷ്യത്തിൽ നിൽക്കുക ഞാൻ. എന്റെ ദേഷ്യം രാജു ഇരട്ടിയാക്കല്ലേ? കൊച്ചു മകളോട് മിണ്ടാതെ അമ്മമ്മ എവിടെ പോവാനാ? ഒന്ന് വെയിറ്റ് ചെയ്യേ, അമ്മമ്മ വിളിക്കും.